എല്ലാവർക്കും നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല 2026 തുടങ്ങി അവസാനിക്കാൻ പോവുകയാണ്. ഈ തീക്ഷ്ണമായ ചൂടിലും എത്രയോ സ്ത്രീജനങ്ങൾ സ്ത്രീകളുടെ ശബരിമലയുടെ പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പൊങ്കാല അർപ്പിക്കുന്നതിനോടൊപ്പം എനിക്കൊരു പ്രത്യേക റിച്വലും കൂടെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് വരികയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയായിരിക്കും, എന്റെ വീഡിയോസ് കാണുന്നതുകൊണ്ട് തന്നെ, അമ്മേ ശരണത്തിന്റെ അന്നദാന പെരുമ ഒരു മനോഹരമായ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രത്യേക കർത്തവ്യം ഞാൻ ഇങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോ ഈ വർഷം ആറ്റുകാൽ പൊങ്കാല 2026 അമ്മേ ശരണത്തിന്റെ അന്നദാന പെരുമ ഞാൻ കൃത്യമായി ആലോചിക്കുകയാണെങ്കിൽ ഇത് 17ാമത്തെ വർഷമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അമ്മേ ശരണം 17ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ വന്നപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര ദ്രുതഗതിയിൽ തീർന്നു കഴിഞ്ഞു. എന്താണ് ഇപ്രാവശ്യം സംഭവിച്ചത്? എന്താണെന്നുള്ളത് നമുക്കും തന്നെ പിടിയില്ല. കാരണം എല്ലാ പ്രാവശ്യത്തെക്കാളും ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണ് ഇട്ടത്. എന്നാലും നമ്മളിപ്പം ഇന്നലെ വരെയുള്ള സ്റ്റാറ്റസ് പ്രകാരം നമുക്ക് പുതിയതായിട്ട് തന്നെ എൻ്റെ അറിവിൽ തന്നെ 6ഓളം പേര് പുതിയതായിട്ട് ഇപ്രാവശ്യം അന്നദാനം ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് തീരുമോ തീരൂലേ എന്നുള്ളതൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ ചായ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. കാരണം നമുക്ക് 6:45 ചായ കൊടുക്കാൻ തുടങ്ങി. 8 മണി ആയപ്പോൾ തന്നെ ഏകദേശം 500ഓളം ഗ്ലാസ് ചായ തീർന്നു. 500 ഗ്ലാസ് തീർന്നു. അപ്പം തന്നെ നമുക്ക് അതിന്റെ പൾസ് മനസ്സിലായി. 10:30 മണിക്ക് തുടങ്ങി. കഴിഞ്ഞ കൊല്ലം 2 മണിക്കൂറാണ് ഞങ്ങൾ വിളമ്പിയത്. ഇപ്രാവശ്യം 1.25 മണിക്കൂർ വേണ്ടി തന്നെ കംപ്ലീറ്റ് തീർന്നു. അതാണ് ആ ഒരു ഡിഫറൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ആ 2 മണിക്കൂറിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് ഞങ്ങൾ വന്നത്. അപ്പോഴും വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ സാധനങ്ങളൊക്കെ, പക്ഷെ ഇപ്രാവശ്യം എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം തന്നെയാണത്. ഞങ്ങൾ വീട്ടിൽ തന്നെ വോളണ്ടിയേഴ്സും അല്ലാതെ ഫാമിലി മെമ്പേഴ്സ്, കുടുംബ ഫ്രണ്ട്സും എല്ലാം കൂടി ഒരു 80ഓളം ആൾക്കാരുണ്ട്. അവർക്കുള്ള ആഹാരം ഞങ്ങൾ എടുത്തു വെച്ചിരുന്നതാണ്. ഇപ്പൊ അതിൽ നിന്നും കൂടിയാണ് നിങ്ങൾ ഇപ്പൊ എടുത്ത് വിളമ്പിയിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഒരു കാര്യം എവിഡന്റ് ആണ്. ശരിക്കും ഒരു കുടുംബം തന്നെയാണ്. നമ്മൾ കുടുംബത്തിൽ ഇപ്പോ ആഹാരം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് കരുതും. അതുപോലെയാണ്, ഒരു കുടുംബം പോലെയാണ് അമ്മേ ശരണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചു, നല്ല ID കാർഡൊക്കെ സെറ്റ് ചെയ്ത്, നല്ല കാർഡ്സ് ഒക്കെ പ്രിന്റ് ചെയ്ത്, ഈ ഒരു പ്രോസസ് ഇനിയും കുറെ ആൾക്കാർക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ അത് എങ്ങനെയാണ്, എപ്പോ തുടങ്ങുന്നതാണ്, അതൊക്കെ ഒന്ന് പറയാമോ? ഇതിപ്പം ID കാർഡ് ഞങ്ങള് ഇപ്പൊ ഒന്നാമത്തെ കാര്യം ഫണ്ടാണ്. നമ്മളിപ്പോ ആഡംബരപരമായിട്ടുള്ള ഒന്നും ചെയ്യണ്ട എന്നുള്ള ഇരിക്കുന്ന ഫണ്ട് മാക്സിമം യൂസ് ചെയ്യുക. അപ്പം ഈ വരുന്ന നമുക്കിപ്പം ഈ വോളണ്ടിയേഴ്സ് ഒക്കെ ഹെൽത്തിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൂട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല, അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യണം. അതിനുശേഷം എന്റെ ചേച്ചിയുടെ മോൻ ഇത് സ്പോൺസർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ ID കാർഡൊക്കെ അവൻ തന്നെ ഈറോഡ് ചെയ്യുന്ന അത് തൊപ്പി, തോർത്ത്, ഇങ്ങനെ പലതും അവൻ തന്നെ സ്പോൺസർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ എല്ലാ വോളണ്ടിയേഴ്സിനും തൊപ്പി, തോർത്ത്, ID കാർഡ് എല്ലാം അങ്ങ് അമ്മേ ശരണത്തിന്റെ അന്നദാന പെരുമ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ അന്നദാന പെരുമ തുടങ്ങിയിട്ട് ഇപ്പോഴത്തേക്ക് 17 വർഷം ആവുകയാണ്. ആ വർഷം തൊട്ട്, അതായത് തുടക്കകാലം മുതൽ ഉണ്ടായിരുന്ന 2 വ്യക്തികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് അവരെ പരിചയപ്പെടാം, ശേഷം അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. പേര്? എൻ്റെ പേര് വേദനാരായണൻ എന്നാണ്. ഞങ്ങൾ കായംകുളത്തായിരുന്നു, ഇപ്പൊ നാറൂരാണ് താമസം. എന്നാലും ഏത് ഭാഗത്ത് പോയാലും അമ്മയുടെ ഈ അന്നദാന ഫംഗ്ഷനിലേക്ക് ഞങ്ങൾ വന്ന് പങ്കെടുക്കുകയും ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പിള്ളേരെ ഉത്സാഹപ്പെടുത്തി നല്ല രീതിയിൽ അത് കൊണ്ടുപോവുകയും അവരിത്രയും വളർന്നതിൽ ഞങ്ങൾക്ക് അതിഥിയായ സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ശിവശങ്കരൻ, അവിടെ വലിയശാല തന്നെയാണ് താമസം. ഈ തുടക്കത്തൊട്ട് 17 കൊല്ലമായിട്ടും നമുക്ക് ഇതിൻ്റെ കൂടെ സഹകരണം ചെയ്യണം എന്നുള്ള ഇതിൽ അവൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഈ സംഭരണം പോവുകയാണ്. അപ്പൊ നിങ്ങളോട് എനിക്ക് പ്രത്യേകമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരു അന്നദാനം നടത്തുക കുഴപ്പമില്ല, പക്ഷെ ഇവിടെ വളരെ വിഭവസമൃദ്ധമായിട്ട് ബിരിയാണി അരി ഉണ്ടെങ്കിൽ അതിനോടൊപ്പം കറിയും സാലഡും അച്ചാറും ഒക്കെ ആയിട്ട് എല്ലാവർക്കും വിഭവസമൃദ്ധമായാണ് എത്രയോ പേർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ അതിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അതിന്റെ സന്തോഷമുണ്ട്? ഞങ്ങൾക്ക് അതിഥേയ സന്തോഷമാണ്. ഇത്രയും ഭംഗിയായിട്ട് ഇവർ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിശയിക്കുന്നു. എന്നുവെച്ചാൽ പിള്ളേർ അവരുടെ കഴിവിൻ്റെ അങ്ങേയറ്റം പരമാവധി ചെയ്തുകൊണ്ട് അവരിതിൽ ചെയ്തു വരികയാണ്. വളരെ സന്തോഷം. ഇനിയും നല്ല രീതിയിൽ അവർക്ക് ഇനി ഇതിൽ കൂടുതൽ ജനത്തിനെ കൊടുക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളതിനൊപ്പം ഉണ്ടാകും. ഞങ്ങളുടെ ആയുസ്സുകാലം ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്.
അന്നദാനം സ്റ്റാർട്ട് ചെയ്തിട്ട് 17 വർഷമാവുകയാണ്. എന്നാൽ നമുക്കൊരു കുടുംബം പോലെയാണ്, നേരത്തെ നമ്മുടെ കാശിച്ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഒരു കുടുംബം പോലെയാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കുടുംബത്തിലെ സ്ത്രീകൾ വളരെ പ്രധാനമല്ലേ? ഇതുവരെ എടുത്ത വീഡിയോയിലൊന്നും അവിടുത്തെ സ്ത്രീകളെ നമ്മൾ പരാമർശിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇപ്രാവശ്യം ആ തെറ്റ് തിരുത്തുകയാണ്. നമ്മുടെ കൂടെയുള്ള ഈ സ്ത്രീ രത്നങ്ങളാണ് അവരോടൊപ്പം നിന്ന് ഈ ആറ്റുകാൽ അന്നദാനം നടപ്പിലാക്കുന്നത്. ഞാൻ സംസാരിക്കാൻ പറഞ്ഞാൽ ഇവരിൽ ആര് സംസാരിക്കുന്ന എനിക്ക് അറിയില്ല. നമുക്ക് തമിഴിലായാലും സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവളോ നാളാ அவங்க കൂടെ നിന്ന് എന്ന് വെച്ചാ ഒരു 17 വർഷം ഒരേമാതിരി അന്നദാനം നടത്തുന്നത് ചിന്ന കാര്യമേ അല്ല. അപ്പൊ അവ കൂടെ നിന്ന് അവളെ സപ്പോർட் பண்ணி அது எப்படி இருக்கு? அந்த ஜேர்னியை குறித்து என்ன சொல்றாங்க? ഇത് 17 വർഷം എന്നെ കല്യാണം മുടിഞ്ഞ് 17 വർഷം കല്യാണം കഴിഞ്ഞ് അന്ത വർഷത്തിലേന്നാണ് ഇത് സ്റ്റാർട്ട് ആനത്. അത് എനക്കൊരു സന്തോഷം. அந்த ഇയറും എങ്ങളോட കല്യാണ വർഷവും 17 ഇയേഴ്സ് ആവുത്. അതായത് ഓരോ വർഷവും ഇതൊക്കെ ഒരുക്കങ്ങൾ തുടങ്ങുന്നതിലിരുന്ന് അത് നടത്തി മുടിക്കുന്നവരെ മുടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ട്. അത് ഒരു മനസ്സൊക്കെ ஒரு குளிர்மையாகும் அது நடத்தி കഴിയുമ്പോഴുള്ളത്. என் பேரு தேவி. நான் தமிழ்நாட்டிலிருந்து வந்திருக்கேன். இது ஒரு என் தங்கச்சியை பார்க்கறதுக்கு ஒரு இதா இருக்கிறதுனாலயே நான் அந்த பொங்கலுக்கு வருவேன். அது போக இந்த பொங்கல் விழால என்னோட அர்ப்பணிப்பும் ஏதாவது எப்போதுமே கான்ட்ரிபியூஷன் பண்ணுவேன். ரொம்ப சந்தோஷமா இருக்கு இந்த இதுல கலந்துக்கிறது. ടീമിന്റെ വാല്യുബിൾ ആയിട്ടുള്ള 3 വോളണ്ടിയേഴ്സ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. ഒരു സ്വദേശം തമിഴ്നാടാണെങ്കിലും ജീവിക്കാൻ വേണ്ടി അമ്മയുടെ നാട്ടിൽ വന്നതാണ്. അമ്മയുടെ അനുഗ്രഹത്തിനാൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്. എൻ്റെ അടുത്തിരിക്കുന്ന കനി ഗണേഷ് ഏകദേശം 12 വർഷത്തോളം ഞങ്ങളുമായിട്ട് സഹകരിക്കുകയാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചതിൻ്റെ പേരിൽ ഒരു വർഷം ആദ്യത്തെ വർഷം വന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത വർഷം തൊട്ട് ഞങ്ങൾ വിളിക്കാതെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും, ഞങ്ങളുമായിട്ട് സഹകരിക്കുകയും ചെയ്യും. ഇപ്പോൾ അവരെ ഫാമിലി പെൺമക്കൾ എല്ലാവരും വന്ന് സഹകരിക്കുകയാണ്. അടുത്തിരിക്കുന്നത് ബാലമുരുകൻ ചേട്ടൻ ഞങ്ങളുമായിട്ട് 7 കൊല്ലമായിട്ട് സഹകരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ചേട്ടൻ്റെ സുഹൃത്താണ്, വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടാണ് ബാലമുരുകൻ വന്നത്. ആദ്യത്തെ വർഷം തന്നെ പുള്ളിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ 7 കൊല്ലമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുകയാണ്. ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തിരിക്കുന്നത് ചീനിക്കാള. ഇത് ബാലമുരുകൻ ചേട്ടൻ പറഞ്ഞിട്ട് വന്ന പുള്ളിയാണ്. പുള്ളിയും ചുമ്മാ ജസ്റ്റ് ഒന്ന് ഫണ്ടിന് വേണ്ടി ആദ്യം എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോഴാണ് ഇവിടെ നമ്മൾ ഇത്രത്തോളം ബൃഹത്തായ രീതിയിൽ ചെയ്യുന്നപ്പോൾ പുള്ളി തന്നെ ഇപ്പം ഇൻട്രസ്റ്റ് ആയിട്ട് ഞങ്ങളോട് സഹകരിക്കുന്നതാണ്. ഇവിടെ പ്രത്യേകം വെച്ചാൽ ബിരിയാണി വിളമ്പാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് തീരാതെ അവിടെ നിന്ന് അനങ്ങത്തില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെയാണ് ഇവർ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കര ബിസിയാണ്. ഞാൻ വന്ന നേരം തൊട്ട് കുട്ടികൾ മാത്രമാണ് ഈ ഡ്രിങ്ക്സിന്റെ സൈഡ്. ഗൈഡൻസിന് കുറച്ച് വലിയവര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നോക്കുന്നത് നമ്മുടെ ഈ കുട്ടി പട്ടാളങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലും നമ്മുടെ താരങ്ങളായിരുന്നു ഈ കുട്ടികള്. ഹായ്, ഹലോ. ഭയങ്കര തിരക്കിലാണല്ലോ. ഹായ് ഹായ് ഹലോ ഹലോ. പേരെന്താ? മിത്രൻ. ഹലോ. ഹായ്. പേര്? സഞ്ജന. ഹായ്. പേര്? വിശ്വജിത് കെ എസ്. ഹായ്, പേര് സൈക്കിൾ. ഓക്കെ. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടിപൊളിയായിട്ട് പേര് സഞ്ജയ്. കഴിഞ്ഞ പ്രാവശ്യവും അടിപൊളിയായിട്ട് നമ്മുടെ പിള്ളേര് സംസാരിച്ചു. അപ്പൊ ഇപ്രാവശ്യം ആരാണ് നമ്മുടെ അമ്മേ ശരണത്തിന്റെ 17ാമത്തെ വർഷത്തില് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്? ആര് സംസാരിക്കും? ഇവിടെ ആള് റെഡിയാണെന്ന് തോന്നുന്നു. എന്ത് തോന്നുന്നു? ഇപ്പൊ രാവിലെ തൊട്ടേ ഇവരെല്ലാരെയും ഹെൽപ്പ് ചെയ്ത് ഈ ജ്യൂസ്, അവന്റെ കാർഡിന്റെ സൈസുള്ള ഒരു ജഗ് പിടിച്ചിട്ടാണ് അവൻ ജ്യൂസ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു? ഹാപ്പിയാണോ? എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാരും നല്ലതായിട്ട് കുടിക്കുന്നുണ്ട്. പിന്നെ ഓക്കെ. അപ്പൊ സഞ്ജയ് എനിക്കും വളരെ പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ്. സഞ്ജന എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന കുട്ടികളാണ്. ഇപ്പൊ വളർന്ന് എന്നെക്കാളും ഒക്കെ വളർന്നു കുട്ടികള്. അപ്പോ സഞ്ജയും ഇത്രയും വർഷങ്ങളായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. സഞ്ജയ് എങ്കിലും എന്തെങ്കിലും പറയൂ അമ്മേ ശരണത്തിനെ കുറിച്ച്. ഇല്ല, ഇത് കുറെ ദിവസം കൊണ്ട് നടക്കുന്നതാണ്. കുറെ വർഷം കൊണ്ട് നമ്മൾ അന്നദാനം ചെയ്യുന്നതാണ്. നല്ല സന്തോഷമുണ്ട് ഓരോ വർഷം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതായിട്ട്. ഓക്കെ. അപ്പൊ അച്ഛൻ പറയുന്നതും അമ്മ പറയുന്നതും ഒക്കെ കേട്ട് നല്ല കുട്ടികളായിട്ട് ഫുൾ കൂടെ നിൽക്കുന്നുണ്ടല്ലേ? നല്ല ഹാപ്പി അല്ലേ? അപ്പൊ ഇപ്പുറത്തുനിന്ന് ആര് സംസാരിക്കും? മോള് വന്നേ. മോളുടെ പേരെന്താ? മല്ലികക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ എത്ര വർഷമായിട്ട് വരുന്നുണ്ട്? ഇപ്പൊ ഞാൻ LKG പഠിക്കുന്ന തൊട്ട് ഇപ്പൊ ഞാൻ 10ലാണ്. ഇത്ര വർഷം ഞാൻ ഇവിടെ വരണുണ്ട്. അപ്പൊ സീനിയർ മെമ്പർ തന്നെയാണ്. LKG തൊട്ട് ഇപ്പൊ 10ാം ക്ലാസ് എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നടാ? ഇപ്പൊ അച്ഛനും അമ്മയ്ക്ക് പറയുമ്പോ ഇതിലോട്ട് വരണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. പെട്ടെന്ന് ഈ ആറ്റുകാൽ പൊങ്കാല എത്തുമ്പോ തന്നെ ഈ എല്ലാത്തിനും വിളമ്പാനും
ഉള്ള എല്ലാത്തിനും ഒക്കെ സഹായിക്കാനൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് അതിലുള്ളത് തന്നെ. ഓക്കെ. ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് തന്നെ വന്നു പോകും. അതാരാണ് പുതിയ ആള്? പേരെന്താ? അക്ഷിത. അക്ഷിത. അപ്പൊ ഇതാ എല്ലാവരും നല്ല സ്റ്റൈലനായിട്ട് ഇങ്ങ് വന്നേ. സ്റ്റൈലും കുട്ടൻ ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. ഓ അടിപൊളി രജനീകാന്ത് സ്റ്റൈലിലൊക്കെ വന്നിരിക്കുന്ന. പേരെന്തായിരുന്നു? രാധവ്. ഓക്കെ, രാധവ്. രാധവിന് എന്തോന്നു ഇപ്പം വർഷങ്ങളായിട്ട് ഇവിടെ എത്ര പേർക്കാണ് ഫുഡ് കൊടുക്കുന്നതല്ലേ? വന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പാർട്ട് ആവുകയാണ്. ഒരു കൊച്ചു കുട്ടിയായിട്ടും അതിന്റെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ ഹാപ്പിയാണോ? എന്ത് തോന്നുന്നു? എനിക്ക് എന്താ പറയാ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ്, അടുത്ത ദൈവഭക്തി അങ്ങനെ. അത് മാത്രമല്ല നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ആൾക്കാരിന് ഇത് വിളമ്പുമ്പം ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഭയങ്കര ഹാപ്പിയാണ്. ആ കണ്ണാടി കഴിച്ചൊന്ന് ഫേസ് കാണിക്കോ? നമ്മുടെ വീഡിയോയില്. അതാണ് നമ്മുടെ രാഘവ് കുട്ടൻ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടിയതാണോ ഇവിടുന്ന്? ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. ഇതാ കണ്ടോ, കുട്ടികൾക്ക് വേണ്ടി അടിപൊളി തൊപ്പി. പിന്നെ ഇത് ID കാർഡ്. മോളെ ഫ്രണ്ട് വന്നേ. ID കാർഡ്. അവക്കും കിട്ടി കേട്ടോ, ആർക്കും കിട്ടാതിരുന്നിട്ടില്ല.